എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ 2 ദിവസമായി BJP നേതാക്കൾ TG മോഹൻദാസിന് വേണ്ടി കിടന്ന് ഭയങ്കരമായിട്ട് വികാരഭരിതരായിട്ടാണ് അനുകൂലമായിട്ട് പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇത് പോലീസിനെ കുറ്റം പറയുന്നു, ചെന്നിത്തലയെ കുറ്റം പറയുന്നു, സതീശനെ കുറ്റം പറയുന്നു. അത് എപ്പോഴാണ് വിമർശിക്കാൻ തുടങ്ങിയത്? പോലീസുകാർ TG മോഹൻദാസിൻ്റെ വീട്ടിൽ വന്ന് ഈ അതിക്രമം കാണിച്ച സമയത്ത്, അദ്ദേഹത്തിൻ്റെ നിലനിൽക്കാത്ത കേസിൽ പെടുത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഇവന്മാർക്ക് എന്ത് അധികാരമുണ്ട് ഇങ്ങനെ വലിഞ്ഞു കയറാൻ? 70 വയസ്സ് കഴിഞ്ഞ് TG മോഹൻദാസിന് വീട്ടിൽ പരിശോധന നടത്തണം എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ നോട്ടീസ് കൊടുത്തിട്ട് വേണം അത് ചെയ്യാൻ. അത് ചെയ്യാതെ അനധികൃതമായിട്ടാണ് വീട്ടിൽ കയറിയത്. അതിക്രമിച്ച് കയറിയാണ് പോലീസ് വലിയ മിടുക്ക് കാണിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് എതിരെ നീങ്ങാൻ ഉള്ള സാഹചര്യം സത്യത്തിൽ BJP തന്നെയാണ് ഒരുക്കി കൊടുത്തത്. അല്ല എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം അദ്ദേഹത്തിനെതിരെ, അദ്ദേഹം ഈ ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇവരുടെ എല്ലാം കണ്ണിലെ കരടാണ്. അത് കോൺഗ്രസിൻ്റെ ആയാലും കമ്മ്യൂണിസ്റ്റുകളുടെ ആയാലും ജിഹാദികളുടെ ആയാലും കണ്ണിലെ കരടാണ് TG മോഹൻദാസ്. കാരണം ഇവരുടെയൊക്കെ ദേശവിരുദ്ധതയെ എതിർക്കുന്ന മനുഷ്യനാണ് TG മോഹൻദാസ്. അതുകൊണ്ട് എങ്ങനെയും അദ്ദേഹത്തിനെ ദ്രോഹിക്കണം, ബുദ്ധിമുട്ടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന കക്ഷികളാണ് ഇവരെല്ലാം. അതിനുവേണ്ടി ഒരു കേസ് ഇട്ടു. പ്രധാനമന്ത്രിയുടെ അമ്മയെ വളരെ മോശമായി അപമാനിച്ചവർക്കെതിരെ, അധിക്ഷേപിച്ചവർക്കെതിരെ ഒരു ചെറു വിരലനക്കാത്തവരാണ്. നമ്മുടെ കേരളത്തിലെ ഒരുത്തിയുടെ ഇത് കേട്ടൊരു കമ്മ്യൂണിസ്റ്റുകാരി, എന്തുവാ അവിടെ പേര്, മുൻമന്ത്രിയൊക്കെ ആയിരുന്നു, അവിടെ പേര് ശ്രീമതി എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. അവളുടെ ഒരു പ്രസ്താവന കണ്ടു, ഇത് ഞങ്ങളുടെ മഹിളാ അസോസിയേഷൻ വെറുതെ ഇരിക്കത്തില്ല, അതാണ് മാടയാണ് കോടയാണ്, സ്ത്രീകളെ അപമാനിച്ചു, മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന കണ്ടു ഈ TG മോഹൻദാസിൻ്റെ വിഷയത്തിൽ. പക്ഷേ പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ട്, അതിനീചമായി ഒരെണ്ണം പ്രസ്താവന ഇറക്കിയപ്പോൾ അത് ഒരുത്തനെന്നോ ഒരുത്തിയെന്നും പറയാൻ വെക്കാത്ത ഇതായതുകൊണ്ടാണ് ഞാൻ അവനെന്നോ അവളെന്നോ ഉപയോഗിക്കാത്തത്. എന്നുവെച്ചാൽ പുല്ലിംഗവും സ്ത്രീലിംഗവും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെ കാണാൻ ഞാൻ ഉപയോഗിച്ച് അവനെന്നോ അവളെന്നോ എല്ലാം പറഞ്ഞാൽ എനിക്കെതിരെ എന്തുമായിരിക്കും ആ സാധനം കിടന്ന് ബേളം വെക്കുന്നതെന്ന് അറിയത്തില്ല. നീ എന്നെ അവനെന്ന് വിളിച്ചില്ലയോ അല്ലെങ്കിൽ അവളെന്ന് വിളിച്ചില്ലയോ, ഞാൻ അത് രണ്ടും അല്ലാത്തതാണെന്ന് നിനക്കറിയത്തില്ലയോ എന്ന് ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അതിനെതിരെ, അങ്ങനെ പ്രധാനമന്ത്രിയുടെ അമ്മയെ അധിക്ഷേപിച്ചതിനെതിരെ ഒരു രീതിയിലും പ്രതിഷേധിക്കാത്തവളുമാണ് TG മോഹൻദാസിനെതിരെ പ്രതിഷേധിച്ച ആ ഒരു നേതാവ്. ഇത്തരക്കാര് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇതിനെതിരെ ഒരു പ്രതിഷേധ കുറിപ്പിറക്കാത്തവരാണ് BJP-ക്കാർ. ശ്രീമതിയുടെ ആ പ്രസ്താവനയ്ക്കെതിരെ ഒരു പ്രതിഷേധക്കുറിപ്പ് അവർക്കതിൽ തിരിച്ചു ചോദിക്കാം. നിങ്ങൾ പ്രധാനമന്ത്രിയുടെ അമ്മയെ അധിക്ഷേപിച്ചതിനെതിരെ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമെന്ന് ശ്രീമതിയോട് ഈ ഇവന്മാർക്ക് ചോദിക്കാവുന്നേ ഉള്ളൂ. BJP-യുടെ നേതാക്കന്മാർക്ക്. അവന്മാർ ഒരു വാക്ക് ചോദിക്കാത്തവന്മാരാണ് ഈ BJP-യുടെ നേതാക്കൾ. അതൊക്കെ പോകട്ടെ, BJP-യുടെ അല്ലെ പരിവാർ സംഘടനകളുടെയും പ്രവർത്തകർക്കെതിരെ സൈബർ കേസ് കൊടുത്ത് വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നവന്മാരാണ് ഈ CPM-കാരും ജിഹാദികളും ഒക്കെ എന്നുള്ളത് നമുക്കറിയാം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, അയാളുടെ ആദ്യത്തെ മന്ത്രിസഭ സമയത്ത്, അന്ന് കയറുപിരിയൻ ശാസ്ത്രജ്ഞനാണ് അന്ന് ധനകാര്യമന്ത്രി, അതായത് തോമസ് ഐസക്. ആ സമയത്താണ് കാശ്മീരിൽ ഒരു പെൺകുട്ടി ഈ ക്രൂരമായി കൊല്ലുന്നത്.
നമ്മളുടെ ഈ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് പോക്സോ നിയമം അനുസരിച്ച് ഒരു ഇങ്ങനെ ഇരയാവുന്ന ഒരു കുട്ടിയുടെ പേരോ ചിത്രമോ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. അതായത് പേരോ ചിത്രമോ മാത്രമല്ല, ആ കുട്ടിയെ ഇന്നിടത്തെ ആളാണെന്ന് തിരിച്ചറിയുന്ന ഒരു സൂചനയും പുറത്തു വിടരുതെന്നാണ് നിയമം. അങ്ങനെ ചെയ്താൽ അത് വളരെ വലിയ കുറ്റമാണ്, ജയിൽ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. ആ നിയമം നിലനിൽക്കുമ്പോഴാണ് ഈ കാശ്മീരിൽ കൊല ചെയ്യപ്പെട്ട ആ കൊച്ചു കുട്ടിയുടെ ചിത്രവും പേരും വെച്ച് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി, അയാള് എപ്പോഴാന്ന് ഓർക്കണം, അയാളുടെ ഏറ്റവും അടുത്ത കക്ഷിയായ വീണ ജോർജ് MLA കുറിച്ച് ഒരു BJP യുവമോർച്ച ജില്ലാ ചുമതല എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, യുവമോർച്ച പ്രവർത്തകൻ അവർക്കെതിരെയുമല്ല, അവരുടെ മണ്ഡലത്തിലെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് ചെളിക്കുളമായെന്നും പറഞ്ഞ ഫോട്ടോയും ഇട്ടൊരു പോസ്റ്റ് ഇട്ടു. ആ ചെറുപ്പക്കാരനെ പിടിച്ച് അകത്തിട്ട സമയത്ത് വീണ ജോർജ് ഉടനെ വിളിച്ചു പറഞ്ഞു പിണറായിയോട്. പിണറായി ഉടനെ പോലീസിന് നിർദ്ദേശം കൊടുത്തു, ഇവനെ പിടിച്ച് അകത്തിട്ടു. എന്നുവെച്ചാൽ വീണ ജോർജ് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ അതുപടി അനുസരിക്കുന്ന ആളാണ് വീണ ജോർജ്, പിണറായി വിജയൻ. അപ്പം അങ്ങനെയുള്ള ഒരാളിനെ കുറിച്ച് എതിരായിട്ടൊരു പോസ്റ്റ് ഇട്ടപ്പം അയാൾക്ക് സൂചിച്ചില്ല. അന്നേരം നിർദ്ദേശം കൊടുത്തിട്ട് ഈ ചെറുപ്പക്കാരനെ പിടിച്ചകത്തിട്ട് 14 ദിവസം കണ്ട് റിമാൻഡ് ചെയ്തു. അങ്ങനെയുള്ള ഈ പിണറായി വിജയൻ ആ കാശ്മീരിൽ മരിച്ച ആ പെൺകുട്ടിയുടെ ഫോട്ടോയും ഉപയോഗിച്ച് ഫോട്ടോ ഫേസ്ബുക്ക് പിണറായിയുടെ ഒഫീഷ്യൽ പേജിൽ ഇട്ടിട്ട് ഈ കുട്ടിയെ സംഘപരിവാർ ക്ഷേത്രത്തിലിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നും പറഞ്ഞ അയാൾ പോസ്റ്റ് ഇട്ടു. തോമസ് ഐസക്കും ഇതേപോലെ ഈ കുട്ടിയുടെ പേരും ചിത്രവും വെച്ചിട്ട് പോസ്റ്റ് ഇട്ടു. അത് നിയമത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. ഞാൻ പക്ഷേ ആ പോസ്റ്റ് ഞാൻ കണ്ടു, ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. അഥവാ ഇവർ ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ തെളിവ് വേണമല്ലോ എന്നുള്ള ഇത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. ഈ 2 വിദ്വാന്മാരും ഈ നിയമവിരുദ്ധമായി ചെയ്തിട്ട്. ആദ്യം ഞാൻ വിചാരിച്ചു കൊണ്ട് കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇവർക്കെതിരെ. പിന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനെതിരെ ഇത്രമാത്രം പരിവാർ സംഘടനകളെയും RSSൻ്റെയും BJPയുടെയും പരിവാർ സംഘടനകളുടെയും നേതാക്കളെ ഇങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുന്ന ഈ പിണറായിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു CPMകാരനെതിരെയോ ഒരു രീതിയിലും തിരിച്ചതേപോലെ അവർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെ, നിയമവിരുദ്ധതയെ കേസ് കൊടുക്കാൻ തയ്യാറാകാത്ത BJPക്കാർ, അവരുടെ നടപടിയിൽ എനിക്കുള്ള പ്രതിഷേധം കൊണ്ട് ഞാൻ ഇത് കേസ് കൊടുക്കാൻ പോയില്ല. കാരണം അവർ നിർവഹിക്കേണ്ട കടമകൾ അവർ നിർവഹിക്കുന്നില്ല. അവർക്ക് ഈ പ്രസ്ഥാനത്തിനോട് കാണിക്കേണ്ട ആത്മാർത്ഥത അവർ കാണിക്കുന്നില്ല. കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെ ഈ രീതി ദ്രോഹിക്കുമ്പോൾ ഇവരതിലും വലിയ ക്രൂരത സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണിക്കുമ്പോൾ അതിനെതിരെ കേസ് കൊടുക്കേണ്ടത് ആരാണ്? ഈ BJPയുടെയും പരിവാർ സംഘടനകളുടെയും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ്. അവരതിന് ചെയ്യാതിരിക്കുമ്പോൾ ഞാനെന്തിനിതിൻ്റെ പുറകെ നടക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അത്രമാത്രമാണ് ഇവരുടെ ആത്മാർത്ഥത. ഒരാത്മാർത്ഥതയും കൂറുമില്ലാത്തവരാണ് ഇപ്പോൾ ഈ പരിവാറിൻ്റെ ചുമതലയിലിരിക്കുന്നവർ. ഏറ്റവും അടുത്ത് നമ്മൾ കണ്ടതാണ് ഈ ബിനു വാഴമുട്ടം. ഹിന്ദു ദേവതകളെ അധിക്ഷേപിച്ചുകൊണ്ട് അയാൾ ഇത് നടത്തി. അന്ന് അവിടെ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകർ പ്രതിഷേധിച്ചു എന്നുള്ളതല്ലാതെ ഏത് ഹിന്ദു ഐക്യവേദിയാകട്ടെ വിശ്വഹിന്ദു പരിഷത്താകട്ടെ ആര് ഇതിനെതിരെ സംസ്ഥാന തലത്തിലൊരു പ്രക്ഷോഭം നടത്താൻ തയ്യാറായില്ല. ഇയാൾക്കെതിരെ കേസെടുത്ത് ഇയാളെ അകത്താക്കണമെന്ന് പറഞ്ഞ് സംസ്ഥാന തലത്തിൽ, എന്തിന് ജില്ലാ തലത്തിൽ ഈ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടന
അതിനകത്തിൽ നിൽക്കുന്നവർക്കിട്ട് ദ്രോഹിക്കാൻ നടക്കുന്ന ഒരു സംഘടനയാണ് ഹിന്ദു ഐക്യവേദി. അതിൻ്റെ ചുമതലയിലിരുന്നവനാണ് ഞാൻ എനിക്കിട്ട് പണിഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറയാം, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ചുമതലയെന്ന് ഞാൻ ഒഴിയാനും കാരണം. ഇവരെന്ത് ചെയ്തു ഇയാൾക്കെതിരെ? ഒരു സമരവും ചെയ്തില്ല. ഇവർ ചെയ്യത്തില്ലെന്നുള്ളത് എനിക്കറിയാം. ഇവർക്ക് പ്രയോജനപ്പെടുന്ന ഈ ഹിന്ദു ഐക്യവേദിക്ക് നല്ല സംഘടനയാണ്. പക്ഷെ അതിൻ്റെ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയുടെ തലപ്പത്ത് വന്നിരിക്കുന്നത് ആരാണെന്നുള്ളത് മനസ്സിലാക്കുക. വാഴമുട്ടത്തെ ബിനുവിനെതിരായിട്ട് ഒന്നും പ്രതികരിക്കാതെ ഒരു ചെറിയൊരു സമരം പോലും ചെയ്യാൻ തയ്യാറാകാത്തവരാണ് ഹിന്ദു ഐക്യവേദിയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വം. ഒരു ചെറിയൊരു സമരം അവർ നടത്താൻ തയ്യാറായില്ല. ഇയാൾക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞു. അതാണ് ഈ പ്രസ്ഥാനത്തിന് പറ്റിയ ഏറ്റവും വലിയ പോരായ്മ. വളരെ നല്ല പ്രസ്ഥാനമാണ് പരിവാർ സംഘടന. ഈ രാജ്യത്ത്, ഈ ലോകത്ത് തന്നെ ഇത്രമാത്രം ദൈവികമായിട്ടുള്ള ഒരു പ്രസ്ഥാനമില്ല. RSSും അതിൻ്റെ പരിവാർ സംഘടനകൾ. പക്ഷേ ഇതേപോലെ ചില നേതാക്കൾ ഇതിനകത്തിൽ കടന്നുകൂടിയിട്ട് അവരവരുടെ താല്പര്യത്തിന് വേണ്ടി, അവർക്ക് വളരാൻ വേണ്ടി മാത്രം ഇതിനെ ഉപയോഗിക്കുന്നു, അതിനെ ഘോരഘോരം പ്രസംഗിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ കേരളത്തിൽ അനുഭവിക്കുന്ന ഹിന്ദുക്കളുടെ ഇതേപോലുള്ള പ്രശ്നങ്ങളിൽ ഇവരിടപെടാൻ തയ്യാറാകുന്നില്ല. ഇത്തരം ഹിന്ദു സമൂഹത്തിനെ ദ്രോഹിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അതൊക്കെയാണ് ഇവിടെ കേരളത്തിലെ പരിവാർ സംഘടനകൾക്ക് ഇത്രമാത്രം തളർച്ച ആകാൻ കാരണം. എന്തുകൊണ്ട് ഈ രീതിയിൽ നല്ല രീതിയിൽ വളരുന്നില്ല? നമ്മൾ നോക്കും, പശ്ചിമ ബംഗാൾ ഇതിനെക്കാട്ടി നശിച്ച ഒരു സ്ഥലമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ 10-35 വർഷം ഭരിച്ചപ്പോഴത്തേക്ക് നശിച്ച് നാറാണക്കല്ല് വെച്ച ഒരു സ്ഥലം. രാഷ്ട്രീയ എതിരാളികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടിയതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരവിടെ. അതിനുശേഷം വന്ന് തൃണമൂലും അതേ രീതിയിൽ കാണിച്ചതാണ്. പക്ഷെ അവിടെ പോലും BJP ശക്തമായി വളർന്നു. RSS എന്ന് പറയുന്നത് സംഭവം തന്നെ എന്തുവാന്ന് അവിടുത്തുകാരോട് ചോദിച്ചാൽ എന്ന് പറയുന്നവരാ. ഇതേപോലെ തന്നെയായിരുന്നു ത്രിപുരയിലും. പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ട് വളരുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഈ പരിവാർ സംഘടനയിൽപ്പെട്ട ഇതേപോലുള്ള നേതാക്കളുടെ ഇതേപോലുള്ള സമീപനമാണ്, അവരുടെ ആ പ്രവർത്തനം കാരണമാണ് കേരളത്തിൽ ഹിന്ദുക്കളിലെ നല്ലൊരു വിഭാഗവും ഇതിനകത്ത് നിന്ന് അകലം പാലിച്ച് നിൽക്കുന്നത്. ഇവിടുത്തെ ഹിന്ദുക്കൾ മനസ്സിലാക്കി, ഇവിടുത്തെ നല്ലൊരു ശതമാനം വിശ്വാസികളായ ഹിന്ദുക്കൾ മനസ്സിലാക്കി, ഇതിനകത്തിലെ കേരളത്തിലെ ഈ നേതാക്കൾ ഒട്ടും ആത്മാർത്ഥതയോടല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ ഹിന്ദുക്കൾ, താല്പര്യമുള്ളവർ പോലും ഇതിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അത് ഇനിയെങ്കിലും അത് മനസ്സിലാക്കി ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ഇതേപോലുള്ള, അത് ഈ പാസ്റ്റർമാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ഏതൊരുത്തനായാലും കോൺഗ്രസ്സുകാരനായാലും ഏതൊരുത്തനായാലും ഹിന്ദുവിനെതിരായിട്ട് പ്രവർത്തിച്ചാൽ അവനെ അതേ നാണയത്തിൽ തിരിച്ച് അടി കൊടുക്കാൻ തയ്യാറാകണം. ഈ മുമ്പേ പറഞ്ഞത് തന്നെ ആലോചിച്ച് നോക്കുക. ഇവരെല്ലാം കാണുന്നതാണ്, ഈ പരിവാർ സംഘടനയുടെ നേതാക്കന്മാരെല്ലാം കാണുന്നതാണ് ഈ ഹിന്ദു സംഘടനാ പ്രവർത്തകർക്കെതിരെ ഇവർ സൈബർ കേസ് കൊടുക്കുന്നത്. തിരിച്ച് ഇവരുടെ വലിയ നേതാക്കന്മാർക്ക് ഇട്ട് പണി കൊടുക്കാമെന്നുള്ളത് വന്നാൽ പോലും ഇവന്മാർ അനങ്ങത്തില്ല. അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ ഇവന്മാർ തയ്യാറാകത്തില്ല. അപ്പോൾ അതിൽ നിന്ന് ജനങ്ങൾ, സാധാരണ ഹിന്ദുക്കളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ എന്തോ വിചാരിക്കുന്നു, ഇവർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അഡ്ജസ്റ്റ്മെൻ്റാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയും, അല്ലെ ജിഹാദികൾ പറയും, എന്താണ് നിങ്ങളുടെ പ്രവർത്തകർ ഇങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ കേസ് കൊടുക്കും, പക്ഷെ നിങ്ങൾ തിരിച്ച് ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ അനങ്ങരുത് എന്ന് പറഞ്ഞൊരു ഡീലിൻ്റെ പുറത്താണെന്ന് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ ചിന്തിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഇങ്ങനെ തന്നെ ഉള്ള ആ ഗതിയിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം ചിന്തിച്ച്, അങ്ങനെ വല്ലതും ഡീല് നടത്തിയാണ് നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിർത്തുക.
ഇനി ശക്തമായിട്ട് നമ്മൾക്ക് ദ്രോഹിക്കാൻ ഏതൊക്കെ മാർഗം ഇവർ സ്വീകരിക്കുന്നു ആ മാർഗത്തിൽ തന്നെ ഇവർക്കിട്ടും ദ്രോഹിക്കാൻ തന്നെ നമ്മൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികൾ ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ സഹായിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽ ബട്ടൺ അമർത്തുകയും ഒപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക.